പക്ഷെ എവിടെ ചെന്നാലും ഞങ്ങൾ ഒരാൾ ഉണ്ട്. തിരിച്ചു നോക്കിയാട്ടോ, താഴോട്ട് നോക്കിക്കോ. ഇങ്ങനെ ഇതെല്ലാം യൂട്യൂബ് ഇതിനകത്ത് മൊബൈലിനകത്ത് വരുമ്പോൾ ഇതെല്ലാം വേറെ രീതിയിൽ വരും. ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തായിരുന്നു, സെറ്റ് ചെയ്ത് വരും. നമ്മള് മാത്രമേ പറയത്തുള്ളൂ, എല്ലാരും കാണിക്കത്തുള്ളൂ. എനിക്കിപ്പോഴും ആളിനെ മനസ്സിലായത്. ഇതുണ്ടോ എന്റെ തലയുടെ വലിപ്പമുണ്ട് ഞാൻ കണ്ട. വില കുറവാണ്. ഇതിന് എത്ര വരുന്നത്? കിലോ 500 രൂപയുള്ളൂ. കിലോയ്ക്ക് 500. കിലോയ്ക്ക് 500. അതായത് ഇതിപ്പോ തന്നെ 1 കിലോ വേണമല്ലേ? 350, 300, 400, 500 പല റേറ്റ്. അത് മാംസം കൊടുക്കുകയും ചെയ്യുമല്ലോ. മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഒരു ഫാമാണ് കേട്ടോ. ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ പെല്ലറ്റ് കൊടുത്ത് വളർത്തി സെറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. അപ്പുറത്ത് കായംകുളം കായലാണ്. കായംകുളം കായലിൽ നിന്ന് വെളുപ്പിനെ പിടിക്കുന്ന മീൻ, കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിടിച്ച് ഇപ്പുറത്തിടും. വള്ളക്കാരിൽ നിന്ന് ഇവർ നേരിട്ട് എടുക്കും. ഇവർക്ക് അങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ട്. അതായത് ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പം നമ്മുടെ നാട്ടുകാർക്കും ഇത് കഴിക്കാനായിട്ടുള്ള ഒരു അവസരം ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. നല്ല മുട്ടൻ ഞണ്ട്, അതായത് ഒരു ബക്കറ്റിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഫുള്ള് വലിപ്പമുള്ള ഞണ്ട്. 350 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉള്ള ഞണ്ടുകളുണ്ട്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിൽ കണ്ടിട്ട് വിശദമായിട്ട് കണ്ടിട്ട് നിങ്ങൾ നോക്കുക. നമ്മൾ സാധാരണ കടയിൽ പോയൊരു ഞണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണോ അതോ അല്ലാതെ വാങ്ങിക്കണോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആലോചിച്ച് ചെയ്യുക. ഇതുണ്ടോ എൻ്റെ തലയുടെ വലിപ്പമുണ്ട് ഞണ്ട്. കണ്ട, നമ്മൾ പുറത്തു പോയി വാങ്ങിക്കുന്ന ആ ഒരു ഞണ്ടിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിലക്ക് എടുക്കുകയാണെങ്കിലും ഞണ്ടിൻ്റെ ഒരു സൈസ് കണ്ടാൽ മതി. എൻ്റെ തലയുടെ വലിപ്പമുണ്ട് ഈ ഞണ്ടിന് ഇപ്പോൾ. കണ്ട, അപ്പോൾ ആ ഒരു രീതി വേണം നമ്മൾ ഓരോന്ന് നോക്കി വാങ്ങിക്കാനായിട്ട്. തിരിച്ചിടാൻ പറ്റത്തില്ല കേട്ടോ. നിൽക്കത്തില്ല അല്ലേ? തൂക്കം ഉൾപ്പെടെ നോക്കിക്കോ. 300 കിലോ ഉണ്ട് അല്ലേ? ഇതിന്റെ പുറത്തെല്ലാം ആൾരൂപം ഉണ്ട്, കണ്ടോ? ചേട്ടൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനലിൽ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് വേണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങളിൽ അതിവേഗം എത്തുകയും ചെയ്യും. കൂടാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോസുകൾ ഏത് പോയിന്റിൽ ഇടണം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ കൂടുതൽ നമ്മൾ എത്തിച്ചേരാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊക്കെ കടക്കാം. നമ്മുടെ പുറയിൽ കിടക്കുന്നത് സോളാറാണ് കേട്ടോ. സോളാറിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ വന്ന് ഞാൻ നേരത്തെ വെട്ടത്തുമുക്കിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, അവിടെ ആണെങ്കിൽ ഓൾറെഡി ഒരു വള്ളക്കാരൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് വെട്ടത്തുമുക്കിലെ വീഡിയോ. അപ്പോൾ ആ വള്ളക്കാരുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് അവരാണെങ്കിൽ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഇവിടുത്തെ ഫുള്ള് കാഴ്ചകളൊക്കെ തൊട്ടടുത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക സോളാറിൻ്റെ സെക്ഷൻ കണ്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് തൊട്ടടുത്ത് വന്ന് നമ്മളെ കാണിച്ചു തരും.
നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കിടക്കുന്ന 1 കിലോ ഞണ്ടാണ്. ഇപ്പൊ 1 കിലോ ഞണ്ട് ഒരു ഞണ്ടിന് 1 കിലോ ഉണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും ഒരു ഞണ്ട്? 2600 രൂപയ്ക്ക് ഒരു ഞണ്ട് 1 കിലോ ഫുള്ള് മാംസമുള്ള നല്ല ഞണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ എന്താ സിംഗപ്പൂറൊക്കെ ഉള്ള സായിപ്പുമാരൊക്കെ കഴിക്കുന്ന സാധനം നമ്മുടെ നാട്ടില് ഇത്രയും വില സാധനം ഇതിനകത്തുണ്ട് അല്ലേ? മാംസം അതിനകത്ത് കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത് എവിടുന്നാണെന്ന് ആർക്കും അറിയില്ല. ഞങ്ങളടക്കമുള്ള സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു. അതറിയത്തില്ല. എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം എവിടുന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത് ഇവിടെ വന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് സാധനം എന്നൊന്നും ഒരു പിടുത്തമില്ല. കാരണം കടയിൽ കാണുന്ന ഞണ്ട് മാത്രമാണ് ഞങ്ങളെ പോലുള്ളവര്. ഇതിപ്പോ ഒരു ഇതൊക്കെ തന്നെ ഉണ്ടോ, ഒരു ഇതിന്റെ അകത്ത് ഒരെണ്ണം ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണല്ലോ. ഇത് വള്ളക്കാരാണല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത്? വള്ളക്കാരെ ഇത് വരും, നാച്ചുറൽ ആയിട്ടുള്ള വള്ളക്കാരെ നേരെ എടുക്കും അല്ലേ? ഒരു ഫാം ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഫാമിലെ കാഴ്ചകളിലൂടെ കാണും. ഫാമിലെ കാഴ്ച ഇവിടുത്തെ ഞണ്ടിനെ തന്നെ അല്ലേ അങ്ങോട്ട് അത്യാവശ്യം വാട്ടർ ക്രാബിനെ ഇടും അല്ലെ? വീണ്ടും അത് ഇതാക്കി എടുക്കാം. അത് കായലിന്റെ സൈഡിൽ തന്നെ അല്ലേ? അപ്പൊ പിന്നെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള കായലിലെ വെള്ളവും കാര്യങ്ങളും അതിൻ്റെതായിരിക്കും. തീർച്ചയായിട്ടും നമുക്കപ്പോ അടുത്തത് അങ്ങോട്ട് പോയുള്ള കാഴ്ചകളിലൂടെ കാണാം. ഇതും വെട്ടടിച്ച് കഴിയുമ്പോൾ അനങ്ങായിരിക്കും. ഈ ഒരെണ്ണം 1 300 അല്ലേ? ഈ കിടക്കുന്ന ബാക്കിയോ? ഈ 1 കിലോ തൊട്ടുള്ള അതിന്റെ കിടക്കുന്നത് 1 കിലോ തൊട്ട് മേളോട്ടാണെങ്കിൽ 2500 രൂപ. 1 കിലോയ്ക്ക് 2500 രൂപ. 1 കിലോയ്ക്ക് 2500 രൂപ കമ്പനി ഞങ്ങൾ എടുക്കുന്ന റേറ്റ്. ഇവിടെ മറ്റേ എത്ര പറഞ്ഞ 1400 അല്ലേ പറഞ്ഞ? 1 300 ഒരെണ്ണത്തിന് പറഞ്ഞ അല്ല 800 ഗ്രാമിനാണ്. ഇവിടെ 1 കിലോ വരുന്നൊരു ഞണ്ടിന് എത്ര രൂപ പറയുന്നേ? 1 കിലോ ഉള്ള ഞണ്ട് ഞെക്ക് കൊള്ളാത്തത് മഡ് ക്രാബിന് 2500 രൂപ. 2500 എന്നാ ഇവിടെ വന്ന 1 കിലോയുടെ വലിയ ഞണ്ട് ഞങ്ങൾ എടുക്കുന്ന റേറ്റ്. ഞണ്ട് കൊഴുപ്പിക്കുന്ന പരിപാടി ഉണ്ട്. വാട്ടർ ക്രാബ് ഇതേതാ വാട്ടർ ക്രാബാണോ? അല്ല ഇപ്പൊ നമ്മൾ എടുത്തല്ലേ ഇത്? ഇത് നമ്മൾ എടുത്ത് 300 ഗ്രാം 350 ഗ്രാം വരെ അല്ലേ? അതെ. ഇത് ആരുടെയായിരുന്നു കേട്ടോ ഒരു മീഡിയം? മനസ്സിലായോ? ഇതൊക്കെയാണ് ഞണ്ട്. ഇതിപ്പോ ചേട്ടനാണെങ്കിലും ഇപ്പൊ ഒരു വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ കൊണ്ടുകൊടുക്കുന്ന പരിപാടിയില്ല. നമ്മളല്ല മീനൊക്കെയോ മറ്റേ കരിമീനൊക്കെയോ? കരിമീനും എല്ലാം ഇവിടെ വന്നു. കരിമീനൊക്കെ ഓൾറെഡി ലൈവ് സംഭവമാണ്. ഈ കായലെടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോ വഴികളെല്ലാം ലൈവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ലൈവായിട്ട് സാധനം. ഈ ഞണ്ടും ചത്ത കൊടുക്കത്തില്ല. ലൈവായിട്ട് ജീവനുള്ളത് മാത്രമാണ്. അതായത് ഇവിടെ കുട്ടപ്പാച്ചേന്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ജീവനുള്ള സാധനം മാത്രമേ കൊടുക്കൂ. ഫ്രഷ് ആയുള്ള സാധനം മാത്രം. അത് ഞണ്ടും കരിമീനുമാണ് ഫേവറേറ്റ്. വേറെ ഒന്നുമില്ല. ആഹാ അതുകൊണ്ട് അടുത്തും ചാടി കയറി വരുന്നുണ്ട്. അതാന്നു അല്ലേ? കടി കിട്ടി കഴിഞ്ഞാൽ തീർന്നു. വിടത്തില്ല. രണ്ടായിട്ടൊന്നും വിടാവും. ഭയങ്കര സ്പീഡല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ആള്? കെട്ടിപ്പറ്റി ലൂസ് അതിനെ ടൈറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ടിങ് ഉണ്ടോ? ഇതിന്റെ സിംഗപ്പൂരിന് പോകുന്ന സാധനമാണ് ഇത്. ഇതിപ്പോ നമ്മുടെ നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കും. പക്ഷെ ആ റേറ്റ് കിട്ടണം. ആ റേറ്റിൽ സാധനം കൊടുക്കും. നമുക്ക് കമ്പനിക്ക് റേറ്റ് കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മൾ നാട്ടില് ആളുകൾക്ക് കൊടുക്കാൻ വലിയ താല്പര്യമില്ല. എന്നാലും വന്ന് ആഗ്രഹം വന്ന് ചോദിച്ചാൽ കൊടുക്കും. പക്ഷെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സെല്ല് കണ്ടോ? ഈ സെല്ല് ഇവിടെ ഞെക്കുള്ളരുത്. ഞെക്കുള്ളതാണ് മഡ് ക്രാബ് എന്ന് പറയുന്നത്. ഓ അത് ശരി, മനസ്സിലായോ? അല്ലാത്ത സംഭവം ഞെക്കുള്ളത് വാട്ടർ ക്രാബ് എന്ന് പറയും. ഓക്കെ. അതിന് എന്താ അതിന്റെ ഞെക്കുള്ളത് തമ്മിലുള്ള വ്യത്യാസം? മാംസം കാണത്തില്ല ഇതിന്റെ അകത്ത്. മാംസം 100% മാംസം. 100% എടുക്കത്തുള്ളൂ കമ്പനിക്ക്. ഓ അത് ശരി. ഓക്കെ, മനസ്സിലായോ? ഇതിന് റേറ്റ് എന്തോ അറിയാവോ?
എത്ര വരും? ഇതിന് 1800 രൂപ. 1800 രൂപ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ കൊച്ചു ഞണ്ട് വെള്ളമായിട്ട് വാങ്ങിക്കുന്നതിലും നല്ലത് ഇപ്പം ഇതേപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ് ലാഭം. ഇതിനകത്ത് മാംസമുണ്ട്, സാധനം ഉണ്ടല്ലോ, നല്ല അതാണ്. പക്ഷേ മറ്റേത് നമ്മൾ വാട്ടർ ക്രാബ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമായിരിക്കും, മാംസം ഒന്നും കാണത്തില്ല. മാംസം കാണത്തില്ല. അതാ നിലാവെന്ന് പറയുന്ന സമയത്തൊക്കെ ആഹാ, ഇതിന് മാംസം കുറവെന്ന് പറയത്തില്ല. ഓ അത് ശരി. ഓക്കെ. ഇത് മീഡിയം, ഇത് മീഡിയം 350 ഗ്രാം തൊട്ട് മേളോട്ട്. 350, അതായത് ഒരെണ്ണം 350 ഗ്രാം. 350 ഗ്രാം തൊട്ട് മേളോട്ട് ഞെക്ക് കൊള്ളാത്തത് മാംസം ഉള്ളതാണ് ഈ കമ്പനിക്ക് അയക്കുന്ന സാധനമാണ് ഇതിരിക്കുന്നത്. ഈ കാണുന്നത് അല്ലേ? നെക്ക് കൊള്ളാത്ത 350 ഗ്രാം തൊട്ട് മേളോട്ടുള്ളത് മീഡിയം. അതായത് എക്സ്പോർട്ടിങ് സിംഗപ്പൂരിന് പോകാൻ ലൈവ് ആയിരിക്കും സാധനം. ഇത് അവിടെ എത്തുന്നിടം വരെ ലൈവ് ആയിരിക്കും, ജീവനോട് ഉണ്ടായിരിക്കും. ഇതവിടെ ഇതിന് എക്സൽ എന്ന് പറയും. അത് രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഈ മഞ്ഞ നിറം വന്നിരിക്കുന്നത്. അതിങ്ങനെ കളർ വരുന്നതാണ്. കളർ വരുന്നത് വെള്ളത്തിന്റെ അല്ലേ? വെള്ളത്തിന്റെ അല്ല, ഇത് അങ്ങനെ വരുന്നു. ഇതിനകത്തുള്ള വിളയുന്നതനുസരിച്ചാണ്. നമ്മുടെ ഇതിനകത്തില്ലേ ആ കറുപ്പും വെളുപ്പും ആളുകളില്ലേ? ഓ അങ്ങനെ. അത് ശരി. വെളുത്ത ആളുകളുണ്ട്, കറുത്ത ആളുകളുണ്ട്. ഇച്ചിരി കൂടെ വലിപ്പം ഉള്ളതുകൊണ്ട് തോന്നി, അതായത് ചോദിച്ചത്. ഞാൻ വലുതാകുന്ന അനുസരിച്ച് തന്നെ ആണോ എന്ന് അറിയാം. അങ്ങനല്ല, അങ്ങനൊന്നും ഇല്ല. ഇതിനകത്ത് അയക്കണ്ട. ഇത് കെട്ടണം. എന്തായാലും ഇത് അവരുടെയാണ്. ഇത് ഓയിലാണ്, എക്സലായിട്ടാണ് എടുത്തത്. അയ്യോ, ബാബുവിന്റെ അവനെ വിളിക്കും. അല്ല കുഴപ്പമില്ല, ഇരിക്കട്ടെ. കണ്ടില്ലേ? ആണോ? വിളിച്ചാൽ മതി. രണ്ട് എപ്പം വേണേലും തരുന്നുണ്ട്. രണ്ടിരിപ്പുണ്ട്. ഇപ്പൊ ഞണ്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ വള്ളക്കാർ പിടിക്കുന്നതാണ് കേട്ടോ. വള്ളക്കാരെ നടക്കുന്നതാണ്. ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വന്നാൽ കടി ഉറപ്പോ. സിംഗപ്പൂർ വിടും അല്ലേ? അന്നത്തെ ഫ്ലൈറ്റിന് തന്നെ വിടും. സിംഗപ്പൂർ വിടും. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഇത് ഒരു വെറൈറ്റി പേര്. കാരണം മീനിന്റെ ഒക്കെ ഫാമുകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മീനൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വന്ന്, അല്ലെങ്കിൽ ഇതൊരു സംശയം ചോദിക്കട്ടെ, ഇത് എടുത്ത് നോക്കി ക്ലിയർ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് വേണം. പൈസ പോകും. അത് ശരിക്കും നാട്ടുകാർക്കാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. മാംസമുള്ള ഞണ്ട് കിട്ടും അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഒരു സാധാരണ ഞണ്ട് കാണുന്നു, ആ ഞണ്ട് വാങ്ങിച്ചോണ്ട് മേടിച്ചോണ്ട് പോയി കഴിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, വെള്ളമായിരിക്കും. പക്ഷെ അതിന് വില കുറവായിരിക്കും. അതുകൊണ്ട് അവര് പറയും, പിടുത്തക്കാരൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ വലിയ വിലയാന്നൊക്കെ പറയും. പക്ഷെ അതിനകത്ത് മാംസം കാണത്തില്ല. ഇതാണ് ഒറിജിനൽ സാധനം. ഇവിടെയാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാ. ശരിക്കും പറഞ്ഞാൽ ഞണ്ടിനെ പറ്റി ഇങ്ങനെയുള്ളൊരു കാഴ്ച എനിക്കും ആദ്യം കേട്ടോ. കഴിഞ്ഞാൽ പിന്നെ തല്ലി പൊട്ടിക്കണം, കൈയല്ലാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. വിടത്തില്ല, ലോക്കായിട്ട് അവിടെ ഇരിക്കും. പൊട്ടിച്ചെടുത്തല്ലേ പറ്റൂ. ഓ അത് ശരി. ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഇത് ലൈവ് ആണ്. സിംഗപ്പൂർ വരെ പോകുന്നതന്നെ. രണ്ടാവാൻ പാടില്ല. ഇവിടുന്ന് ഞങ്ങൾ മദ്രാസിന് അയക്കും. നാളത്തെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാം. ലൈവായിട്ട് സാധനം സിംഗപ്പൂരിൽ എത്തണം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഓരോ ട്രാവലുകാരൊക്കെ ഇവിടുന്ന് അവിടെ പോയി വലിയ ഞണ്ട കഴിക്കാൻ, നമ്മുടെ ഞണ്ട് ഇവിടുന്ന് അവിടെ പോയി കഴിക്കുക. അങ്ങനെയാണ് എന്റെ സിസ്റ്റം. ഞങ്ങൾ ഉച്ചയ്ക്ക് ട്രെയിനിന് മദ്രാസ് ബുക്കിംഗ്. ഇതുപോലുള്ള കൂടെ ഉണ്ടാവും. ഇതുപോലുള്ള കൂടക്കകത്ത് കയറ്റി അടുക്കിയിട്ട് നേരെ അങ്ങോട്ട് വിടും. നമ്മുടെ മദ്രാസ് മേലിലും ബുക്ക് ചെയ്യും. വൈകിട്ട് ബുക്ക് ചെയ്താൽ രാവിലെ മോർണിംഗ് അവിടെ എത്തും. അവിടെ കമ്പനിക്കാർ എടുത്തിട്ട്. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? കാലടന്ന് പോയാൽ 2500 രൂപ പോകും. എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കൊഞ്ചിന് പോരുന്ന വല വളഞ്ഞിപ്പിക്കുന്നുണ്ടോ? ഈ വളഞ്ഞു കിടക്കും. ഈ വല ഇങ്ങനെ വളച്ചവർ കൊണ്ടുവന്നേ ഇങ്ങനെ. ഇതെങ്ങനെ ഇതെന്നിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി അതുകൊണ്ട് ഇപ്പൊ കണ്ടോണം. വേണ്ട അത് വലിക്കാൻ പോയി. ഇപ്പൊ വില കുറവാണ്. ഇതിന് എത്ര വരുന്നത്? 500 രൂപയുള്ളൂ കിലോയ്ക്ക്. കിലോയ്ക്ക് 500 രൂപയുള്ളൂ. കിലോയ്ക്ക് 500. അതായത് ഇതിപ്പോ തന്നെ 1 കിലോ വേണമല്ലേ? ഇത് 800 ഗ്രാം. 800 ഗ്രാം. ഇതിന് കിലോ 500 രൂപ മാത്രമേ. കിലോയ്ക്ക് 500. 1 കിലോയ്ക്ക്. അതായത് ഞെക്ക് കൊള്ളുന്ന വാട്ടർ ക്രാബ്.
ഓക്കെ, ഇതിനകത്ത് മാംസം ശരിക്കും കുറവാണ്, കാണത്തില്ല, മാംസം കുറവാണ്. ഇതാണ് നമ്മുടെ കടയിലൊക്കെ കൊണ്ട് വിൽക്കുന്ന സാധനം അല്ലേ? കാണിച്ചിട്ട് പറയും വലിയ വിലയാന്നൊക്കെ പറയും. ഓ അത് ശരി. ഇങ്ങനൊരു വലിയ സംഭവം ഇതിന്റെ പുറയിലുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ശരിക്കും നല്ല മാംസമുള്ള, പക്ഷെ ഇത് മാംസം ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് അടുത്ത് പോകും. ഒരു ഞണ്ടിന് 1500 രൂപ. ഇത് ഞെക്കുള്ളതാണ് 500 രൂപ. 500 രൂപ അങ്ങനെയാണ് അതിന്റെ കണക്കല്ലേ? ഇത് ജീവനെല്ലാം ഉണ്ട്, കണ്ടോ? ഇതെല്ലാം ലൈവ് ആണ് സാധനം. ലൈവായിട്ട് സാധനം ഇതിനകത്ത് മാംസം കാണും. ഇവിടെ നമ്മൾ കിലോ എത്ര രൂപ കൊടുക്കുന്നത്? ഈ 500 രൂപയ്ക്കാണോ? 400 450 എടുക്കും. 400 450 1 കിലോ. അതായത് ഒരു ഞണ്ട് 1 കിലോയോളം ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട് മിക്കതും അല്ലേ? ഇപ്പൊ ഇത് തന്നെ 850 അല്ല, അതിന്റെ തന്നെ ആ ഒരു ലെവൽ തന്നെ വരുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സാധനം കൊടുക്കും. ഇത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല, ഇതിനകത്ത് മാംസം കാണത്തില്ല, മാംസം കാണത്തില്ല. അത് അപ്പൊ ഇത് വാട്ടർ ഞണ്ട് ഇപ്പൊ വേണോന്ന് താല്പര്യപ്പെടുന്നവരോ? വാട്ടർ ഞണ്ട് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. വാട്ടർ ഞണ്ട് വേണം, ഇപ്പൊ ഇത് തന്നെ മതി, ഇത് മതി എന്നുള്ള ആൾക്കാർ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് അത് കൊടുക്കുകയും ചെയ്യും അല്ലേ? കണിഞ്ഞോട്ട് വിടുക, വേണ്ട വേണ്ട. ഇനി ഞങ്ങൾ തീറ്റി കൊടുക്കും. സാധനം പോയി പോയി കണ്ടോ? എന്നിട്ട് ഇതിനെ ഇപ്പൊ അഴിച്ചു വിടാൻ പോവാ. കണ്ടോ, ഇത് കണ്ടോ? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് 1 കിലോയുടെ വാട്ടർ ഞണ്ടാണോ? പക്ഷേ വാട്ടർ കിളവാ. ഇതിനകത്ത് മാംസം കാണത്തില്ല. ഇതിന് ഞങ്ങൾ ഇതിനകത്തിട്ട് ഒരു മാസം വരെ തീറ്റി കൊടുത്ത് നല്ല മാംസം സെറ്റപ്പ് ആയി കഴിയുമ്പോഴേ കൊടുക്കും. ഇതിന് സെയിം മറ്റേ റേറ്റ് തന്നെ വരും. ഓ അത് ശരി. ഞങ്ങൾ കയറ്റി അയക്കുന്നു. ശരി, ശരിക്കും ഫുഡ് കിട്ടാത്ത ആള് ഇതല്ലേ? ഫുഡല്ല, എല്ലാം എനി ടൈം നമ്മൾ ഈ വെളുത്ത വാവ് കറുത്ത വാവ് എന്ന് പറയുന്ന സമയമില്ലേ, മാംസം കുറവുള്ള സമയം കൂടുതലുള്ള സമയം അങ്ങനെയുണ്ടല്ലേ? അതെന്ത് വെളുത്ത കറുത്തവാവിന് ഇരുട്ടുള്ള സമയത്ത് ഇതിന് മാംസം ഫുള്ള് മാംസം, നല്ല മാംസമാവും. ഇതിപ്പോ ഈ 1 മാസം ഇതിനകത്ത് തീറ്റി നമ്മൾ കൊടുക്കും. 1 മാസത്തിനാണ് ഇതിൻ്റെ അകത്തിട്ട് നല്ല തീറ്റി കൊടുത്ത് നല്ല ടൈറ്റ് ആക്കി സാധനം കൊടുക്കും. ഇത് നമ്മൾ ഇവിടെ കൊടുക്കത്തില്ല, പുറത്തോട്ടുള്ളത്. അല്ലെങ്കിൽ ഈ റേറ്റ് നമുക്ക് അവിടുത്തെ റേറ്റ് തരുവാണെങ്കിൽ ഇവിടെ കൊടുക്കും. നമ്മൾ കൊടുക്കും. ഇപ്പൊ അഴിച്ചുവിടാൻ പോവാം. നീക്കി വിടുവോ അതിനൊന്ന്? ഇങ്ങനെ ഇനി ഇതിനകത്ത് ഈ ടാങ്ക് ആയതുകൊണ്ട് കയറി പോകാൻ പറ്റത്തില്ല. ചേട്ടാ, അപ്പോഴേ നമ്മൾ ഈ ഞണ്ടിനെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഇവിടുത്തുകാർ, ഞാൻ പറഞ്ഞില്ലേ എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഞണ്ട് നമ്മുടെ നാട്ടുകാരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതിന് എവിടെ നിന്നാണ് സുലഭമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ കടയിൽ പോയിട്ട് ചോദിക്കും ഞണ്ട് ഇത്ര കിലോ, എന്നാൽ അത് അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നേരിട്ടിപ്പോൾ ഒരാൾ ചേട്ടൻ്റെ അടുത്ത് വന്ന് സാധനം വാങ്ങിക്കുവാണെങ്കിൽ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും കൂടെ ഒന്ന് പറയണം. എത്ര എങ്ങനെ ഞണ്ടിന് വന്നാൽ എപ്പോൾ വേണമെങ്കിലും കിട്ടും? എപ്പോൾ വന്നാലും ഞണ്ട്. അതായത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് അവിടെ കടവിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ട് വരുന്ന ഞണ്ടിനെ ലൈവായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഇതിലോട്ട് ഇടുമല്ലേ? അപ്പോൾ എപ്പോൾ വന്നാലും ഞണ്ട് കിട്ടും അല്ലേ? ചേട്ടൻ നമ്പർ ഒന്ന് പറയോ? 94 പറഞ്ഞു നമ്പർ 95872861. ഓക്കെ, അപ്പോൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സാധനം എപ്പോഴാണ്. ചേട്ടൻ പഴയ പട്ടാളക്കാരനാണ് കേട്ടോ. ഈ സമയം മാത്രമല്ല, വേറൊരാളും കൊണ്ട് ഈ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? കുഞ്ഞച്ചൻ ചേട്ടനും ഉണ്ട്. ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂളത്തെരുവിന് നേരെ പടിഞ്ഞാറ് വശം വരും. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഗുരുമന്ദിരമുണ്ട്. ഗുരുമന്ദിരം എന്ന് വെച്ചാൽ റോഡ് തീരുവാണ്. ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് തെക്കോട്ട് അല്ലേ? തെക്കോട്ട് വരുമ്പോൾ നേരെ ഒരു കുരിശടിയുടെ അവിടെ വന്നിട്ട് കുഞ്ഞച്ചൻ ചേട്ടൻ്റെ വീടോ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? കുട്ടപ്പായ ചേട്ടനെ പിന്നെ എല്ലാവർക്കും പരിചയമാണ്. മിക്ക വീഡിയോകളിലും വെട്ടത്തൂക്കിലൊക്കെ വീഡിയോയിൽ ചേട്ടൻ്റെ പേര് മിക്ക വീഡിയോകളിലും പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ആളുകളെല്ലാം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ വന്നാൽ മതി. കരിമീൻ കൊണ്ടിട്ടുണ്ട്. കരിമീൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കരിമീൻ ഇവിടെ വള്ളക്കാർ കൊണ്ടുവരുമ്പോൾ തന്നെ രാവിലെ വള്ളക്കാർ കൊണ്ടുവരുമ്പോൾ ഇവർ പിടിച്ചിടുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് രാത്രി 2 മണിക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സാധനം തീർന്നു പോകും. അതും ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഇതുകളാണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് നാട്ടുകാർക്ക് കഴിക്കാനായിട്ടുള്ള ഒത്തിരി വകുപ്പുകളും ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ വേറെ ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് കരിമീൻ തീർന്നു പോയി. അപ്പോൾ ഇനി അടുത്തൊരു കാഴ്ചകൾ നമ്മൾ അതിന് ഇടാം അല്ലേ? അങ്ങനെ അടുത്തൊരു ദിവസം നമ്മൾ വന്നിട്ട് വിശദമായിട്ട് അതിൻ്റെ ഇടുന്നുണ്ട്. അപ്പം ചേട്ടാ താങ്ക് യു. ഓക്കെ 400 രൂപയുടെ ഞണ്ടൊക്കെ ഉണ്ട്. 400, 350, 400 ഒക്കെ ഉണ്ട്. എത്ര ചേട്ടാ പറഞ്ഞേ? ചെറുത് 350, 300, 400, 500 പല റേറ്റ്. അത് മാംസം നാട്ടുകാർ തന്നെ കഴിക്കും. മേടിച്ചോണ്ട് പോകും അല്ലേ? ചെറിയ ഞണ്ട്, അതായത് മാംസമുള്ള ചെറുതുണ്ട്, മാംസമുള്ളത് ചെറുതോട്ടുണ്ട്. 350 രൂപ തൊട്ടുണ്ട് സ്റ്റാർട്ടിങ് അല്ലേ? നല്ല അടിപൊളി ഫ്രഷ് സാധനം കിട്ടും. ലൈവായിട്ട് ഇവിടെ വന്നാൽ കിട്ടും. ഓക്കെ ഡൺ. ശരി. ഒരെണ്ണം കിടപ്പുണ്ടേ. ഇതുണ്ടോ മുട്ട ഞണ്ട് കേട്ടോ, മുട്ട ഞണ്ട്. ഇതിനെ ഇവർ കോരിയെ പിടിക്കുന്നത്. കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. ഇതുണ്ടോ നല്ല മുട്ട ഞണ്ടാണ്. കണ്ടോ എന്തോ വലുപ്പമാണെന്ന് നോക്കിയ സാധനത്തിന്. അപ്പം
അത്ര ലൈവായിട്ടാണ് സാധനം ഇവർ കൊടുക്കുന്നുണ്ടോ. അപ്പം അത്രയും ഫ്രഷായിട്ട് നമുക്ക് സാധനം വന്ന് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയൊരു പരിപാടി തന്നെയാണ്. ഇതിനടിയിലെല്ലാം ഞണ്ടുകളുണ്ട് കേട്ടോ. അത് വാട്ടർ ഞണ്ടാണ്. ഇപ്പം പുള്ളി പറഞ്ഞിട്ടുള്ള വാട്ടർ ഞണ്ടാണ്. ഇതിപ്പം കാണാൻ പറ്റുന്നില്ലൊന്നും. വാട്ടർ ക്രാബ്. ഇതിനെയാണ് പറയുന്നത് വാട്ടർ ക്രാബ്. ഇത് വാട്ടർ അല്ലേ? വാട്ടർ ക്രാബ്. ഇതിന് വില കുറവാണ്. അവർക്കത് കൊടുക്കുകയും ചെയ്യും അല്ലേ? കണിഞ്ഞോട്ട് വിടുക. വേണ്ട വേണ്ട. ഇനി ഞങ്ങൾ തീറ്റി കൊടുക്കും. സാധനം പോയി. പോയി കണ്ട. എന്നിട്ട് രണ്ട് ഇതിനെ ഇപ്പോൾ അഴിച്ചു വിടാൻ പോവാം. കണ്ടോ, ഇത് കണ്ടോ? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് 1 കിലോയുടെ വാട്ടർ ഞണ്ടാണോ? പക്ഷേ വാട്ടർ ക്രാബാണ്. ഇതിനകത്ത് മാംസം കാണത്തില്ല. ഇതിന് ഞങ്ങൾ ഇതിനകത്തിട്ട് ഒരു മാസം വരെ തീറ്റി കൊടുത്ത് നല്ല മാംസം സെറ്റപ്പ് ആയി കഴിയുമ്പോഴേ കൊടുക്കും. ഇതിന് സെയിം മറ്റേ റേറ്റ് തന്നെ വരും. അത് ശരി. ഞങ്ങൾ കയറ്റി അയക്കുന്നു. ശരി. ശരിക്കും ഫുഡ് കിട്ടാത്ത ആള് അതല്ലേ? ഫുഡല്ല, എല്ലാം എനി ടൈം. നമ്മൾ ഈ വെളുത്ത വാവ് കറുത്ത വാവെന്ന് വരുന്ന സമയമില്ലേ, മാംസം കുറവുള്ള സമയം കൂടുതലുള്ള സമയം. അങ്ങനെയുണ്ടല്ലേ? അതെന്ത് വെളുത്ത കറുത്തവാവിന് ഇരുട്ടുള്ള സമയത്ത് ഇതിന് മാംസം ഫുള്ള് മാംസം, നല്ല മാംസമാവും. ഇതിപ്പോൾ ഈ ഒരു മാസം ഇതിനകത്ത് തീറ്റി നമ്മൾ കൊടുക്കും. ഒരു മാസത്തിനാണ് ഇതിൻ്റെ അകത്തിട്ട് നല്ല തീറ്റി കൊടുത്ത് നല്ല ടൈറ്റ് ആക്കി സാധനം കൊടുക്കും. നമ്മൾ ഇത് നമ്മൾ ഇവിടെ കൊടുക്കത്തില്ല, പുറത്തോട്ടുള്ളത്. അല്ലെങ്കിൽ ഈ റേറ്റ് നമുക്ക് അവിടുത്തെ റേറ്റ് തരുവാണെങ്കിൽ ഇവിടെ കൊടുക്കും. നമ്മൾ കൊടുക്കത്തില്ല. ഇപ്പോൾ അഴിച്ചു വിടാൻ പോവാം. നീക്കി വിടുമോ അതിനൊന്നും? ഇങ്ങോട്ട് ഇങ്ങനെ കണ്ടോ? ഇനി ഇതിനകത്ത് ഈ ടാങ്ക് ആയതുകൊണ്ട് കയറി പോകാൻ പറ്റത്തില്ല. കണ്ടോ? പോയി. പോയി. അതാണ് പഴയ പ്ലാന്റ്. പഴയ NTPCയുടെ പ്ലാന്റ്. പഴയത് ആ പൈപ്പ് പോലെ മേലോട്ട് പോങ്ങിയിരിക്കുന്നു. ഇത് സോളാർ. കായംകുളം ഫാമിൻ്റെ നമ്മുടെ NTPC ഇപ്പം നമ്മുടെ കേരളത്തിന് വൈദ്യുതി കൊടുക്കുന്ന സോളാറിൻ്റെ. കണ്ടോ? ഇതാണല്ലേ വെട്ടത്തിടയിൽ അവർ പറയുന്നത് ഇതിന്റെ ചുറ്റും കൊണ്ടൊന്ന് വല ഇട്ടിട്ട് പിടിക്കുന്നത് കേട്ടോ. ഇതിന്റെ അടിക്കുന്നതാണ് നമുക്ക് ലൈറ്റ് അടിച്ചിട്ട് കരിമീൻ ഇങ്ങനെ കോരി എടുത്തോണ്ട് തരുന്ന സാധനം ഞങ്ങൾ ഇവിടുന്ന് വെച്ചിട്ട് തൂക്കി എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കുന്നു. ഇവിടുന്ന് സാധനം എടുത്ത് നമ്മൾ വിലക്കകത്തോട്ട് ഇടും. എന്നിട്ട് രാവിലെ തന്നെ ആളുകൾ വരുന്നവർക്ക് കൊടുക്കും. കാര്യങ്ങളും ഇതെല്ലാം ഇവിടുന്ന് തന്നെയാണ്. ഇന്നത്തെ മൊത്തം തീർന്നു. പരിപാടി കഴിഞ്ഞ് ഇത് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. അത് ചെറിയ കുഞ്ഞുങ്ങളാണ്. വെള്ളം നടി ഇതിലിങ്ങനെ കയറി പോകും. ഇത് അതായത് കായലുമായിട്ട് തന്നെ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അല്ലേ? ഫ്രഷ് സാധനം, ഫ്രഷ് ആയിട്ട് കായലിലെ. ഒരു പൈപ്പേ നടുക്ക് കൊടുത്തിട്ട് മേപ്പോട്ടൊന്ന് പൊക്കണം കേട്ടോ. ഈ പൈപ്പ് ജോലിക്കാരുണ്ട്. ചില ജോലിക്കാരല്ല, നമ്മള് വേറെ തന്തൂരിയുടെ ഒരു കൗണ്ടർ കൂടെ തുടങ്ങുന്നു. തന്തൂരി. ഒരു വെള്ളം